വക്കീലേ, കഴിഞ്ഞ ദിവസം മോഹൻ എന്തിനാ വന്നത്? മോഹൻ എന്നെ കാണാൻ വന്നു. വക്കീലിനെ കാണാൻ വന്നാന്ന് എനിക്ക് മനസ്സിലായി. അത് എന്തിനാണെന്നാ ചോദിച്ചത്. സുധ, ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രൊഫഷണൽ കാര്യങ്ങൾ ഇടപെടരുതെന്ന്. അതുകൊണ്ട് ഇതും എന്റെ പ്രൊഫഷണൽ കാര്യമാണ്. അതുകൊണ്ട് സുധ ഇതിൽ ഇടപെടാതിരിക്കുന്നതാ നല്ലത്. അത് ശരി. അപ്പൊ മോഹൻ വന്നത് വെറും നാരായണനെ കാണാനല്ല, വക്കീൽ നാരായണനെ കാണാനാ. അതെ. വക്കീലെ, ഞാനൊരു കാര്യം പറയാം. ആവണി ഒരു പാവമാണ്. മോഹന്റെ കൂടെ കൂടി അവളെ ദ്രോഹിക്കാൻ നിൽക്കരുത്. നമ്മൾ പരസ്പരം ജോലിയുടെ കാര്യത്തിൽ ഇടപെടില്ലാൻ തീരുമാനിച്ചാൽ ഇനിയിപ്പോ അതിനൊരു മാറ്റം വരുത്തണോ? ഓ, മനസ്സിലായി. അപ്പൊ മോഹൻ രണ്ടും കൽപ്പിച്ചാണല്ലേ? അങ്ങനെയും പറയാം. ശരി, അപ്പൊ നിങ്ങൾ എന്തായാലും ശരിയുടെ ഭാഗത്ത് നിൽക്കത്തില്ല. ഞാൻ എന്റെ ക്ലയന്റിന്റെ ഭാഗത്തല്ലേ സുധ നിൽക്കേണ്ടത്. ശരി വക്കീലെ, നിങ്ങൾ തീരുമാനിച്ചല്ലേ, അതുപോലെ നടക്കട്ടെ. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, ഇവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല വക്കീലിനെ ഞാൻ ആവണിക്ക് വേണ്ടി അറേഞ്ച് ചെയ്യും. അവസാനം കേസ് കഴിയുമ്പോൾ മോഹൻ ജയിലിലോ ആവും. അത് സുധ വക്കീൽ നാരായണൻ കോടതിയിൽ വാദിക്കുന്നത് കാണാത്തതുകൊണ്ട് പറയുന്ന. ഏത് വക്കീലിനെ കൊണ്ടുവന്നാലും മോഹനും ആവണിയും ഡിവോഴ്സാവും. അവരുടെ കുട്ടികൾ മോഹന്റെ കൂടെ തന്നെ പോകും. ഓ, അപ്പൊ അതിനാണ് മോഹൻ കാണാൻ വന്നത് അല്ലേ? നമുക്ക് കാണാൻ വക്കീല് ആരാരുടെ കൂടെ പോകുന്നു കേട്ടോ. അമ്മ സുധാന്റെ വിളിക്കണു. ഹലോ, പറയാ ചേച്ചി. ആവണി, അടുത്ത ആരെങ്കിലും ഉണ്ടോ? മോനകത്ത് പോയിക്കോ, ചെല്. ശരി. ഇല്ല ചേച്ചി, പറഞ്ഞു. അമ്മ എങ്ങനെയുണ്ട്? മനംമാറ്റം വല്ലതും ഉണ്ടോ? ഉണ്ട് ചേച്ചി. പോസിറ്റീവാണോ? അമ്മയ്ക്ക് എന്നെ വിശ്വാസമല്ലേ ചേച്ചി. അയാൾ അമ്മയോട് എന്തെങ്കിലും കഥയൊക്കെ മെനഞ്ഞ് പറഞ്ഞിട്ടുണ്ടാവും. അതാ അമ്മയ്ക്ക് എന്നോടുള്ള വിശ്വാസം പോയത്. ആവണി, നീ ഇതൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചൊന്നും വരുത്തി വെക്കരുത് കേട്ടോ. അതൊന്നും ഇല്ല ചേച്ചി. ചേച്ചി എന്താ വിളിച്ചത്? ഞാൻ ചുമ്മാ വിളിച്ചതാ, നിന്റെ വിവരമൊക്കെ ഒന്ന് അറിയാനായിട്ട്. ചേച്ചി എന്നെ വിളിച്ചപ്പോൾ ആദ്യം ചോദിച്ചത് എൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോന്നാ. ആവണി, അതിപ്പോ ഞാൻ അവിടെ വരുന്നതും നിന്നെ വിളിക്കുന്നതൊന്നും അവിടെ ആർക്കും ഇഷ്ടമല്ലല്ലോ. സംസാരിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. എന്താണേലും പറഞ്ഞോ. ഞാനിപ്പോൾ തന്നെ ആകെ തകർന്നിരിക്കുക. ചേച്ചി ഇപ്പം എന്ത് പറഞ്ഞാലും അത് ആ ഫ്ലോയിൽ അങ്ങ് പൊക്കോളൂ. 2-3 ദിവസം കഴിഞ്ഞ് അറിയുകയാണെങ്കിൽ പിന്നെ ഞാനതൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ടേ? അതുകൊണ്ട് എന്താണേലും പറ. ഒന്നുമില്ല ആവണി, നീ സേഫായിട്ടിരിക്കേ. തൽക്കാലം വേറൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. എന്നാ ശരി ചേച്ചി. ശരി ആവണി. ഇത്രയും തകർന്നിരിക്കുന്ന ഒരാളോട് ഞാൻ എങ്ങനെ പറയും ഭർത്താവ് വക്കീൽ നോട്ടീസ് അയക്കുമെന്ന്? എന്തൊരവസ്ഥ അവളുടെ. Rega, rega, maga,